ഈ പ്രസൻസിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രസൻസിൽ നമ്മൾ കൂടുതൽ നേരം നിൽക്കാൻ നമുക്ക് സാധിച്ചാൽ അപ്പോഴേ നമുക്കൊരു അതിൻ്റെ കൂടത്തിലൊരു സാക്ഷിഭാവം കൂടെ വരും. അല്ലാതെ നമുക്ക് ആ സാക്ഷിഭാവം ഡെവലപ്പ് ചെയ്യാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ നമ്മളൊരു നിരീക്ഷകനായി മാറുക. കാര്യം ശരിക്കും പ്രസന്റ് മൂമെൻറ്റിൽ നമ്മളൊരു നിരീക്ഷണമാണ്. നമ്മൾ ആ ആറ്റോമിക് ആയിട്ടുള്ള ആ ഈ നിമിഷത്തിൽ നമ്മൾ നിലനിൽക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു നിരീക്ഷകനായി മാറും. ഈ രണ്ടും കൂടെ ഒന്നിച്ചാണ് സംഭവിക്കുന്നത്. നിരീക്ഷകൻ അവിടെ ഉണർന്നിരിക്കും ആ സമയത്ത്, അല്ലാതെ പറ്റത്തില്ല. അപ്പോൾ അതാണ് പ്രസൻസ് യഥാർത്ഥത്തിൽ. അപ്പോൾ നമുക്കെല്ലാം കാണാൻ പറ്റും. ആ നിരീക്ഷകനെ എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. കാര്യം അയാൾക്കെല്ലാം കാണാനും കേൾക്കാനും സാധിക്കും. അയാൾക്ക് ഒന്നും നഷ്ടപ്പെടുന്നില്ല. അയാൾ പൂർണ്ണനാണ്. ആ പൂർണ്ണ നിമിഷത്തിലാണ്. അയാൾക്കൊന്നും മിസ്സാകത്തില്ല. ഒരു കാര്യം അയാൾക്ക് മിസ്സാകുകയില്ല. അപ്പോൾ നിങ്ങൾ ആ പ്രസൻസ് നിങ്ങളുടെ ഡെവലപ്പായി വരുമ്പോഴത്തേക്കും കൂടി വരും. കൂടി വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സാക്ഷിഭാവം കൂടെ ആ വിറ്റ്നസ്സിങ്ങും കൂടെ കൂടി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി തുടങ്ങും. അവിടെയുള്ള ഒരു ട്രൂ ലീഡർ ഉണരുകയുള്ളൂ. അല്ലെങ്കിൽ ആ ലീഡർ ആകുകയില്ല ഒരാൾ. ആ ഒബ്സർവേഷൻ സ്കില്ലാണ് ഇതിനകത്ത് ലീഡർഷിപ്പിനകത്ത് മെയിൻ ഒരു ഘടകം. ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഡെക്കാത്ലോണിൽ പോയായിരുന്നു. അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനെ നോക്കിയപ്പോൾ അവനൊരു സ്കൂട്ടർ ഉണ്ടല്ലോ, സ്കൂട്ടർ ഒരു കൊച്ച് ഓടിച്ചുകൊണ്ട് പോവാ, ഈ സ്കേറ്റിംഗ് സ്കൂട്ടർ. അപ്പോൾ അതിൻ്റെ പുറകെ അവൻ ഓടുന്നു. അവനത് ഇഷ്ടമാണ്. അപ്പോൾ അവനത് ഓടിക്കാൻ പാനസായിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു സ്കൂട്ടർ എടുത്ത് ഓടിച്ചപ്പോൾ ഇവനിത് കയറണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോഴത്തേക്കും ഞാൻ അവൻ മേടിച്ച് കൊടുത്തു. ഇപ്പോൾ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് അത് എപ്പോഴും ഓടിച്ചുകൊണ്ടിരിക്കും. അപ്പം ദീപയും ചോദിച്ചു, എൽസയും ചോദിച്ചു, ഇവനെന്തിനാ ഇതെല്ലാം മേടിച്ച് കൊടുക്കുന്നത് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അവൻ്റെ ഇഷ്ടം കണ്ടിട്ടാ, അവൻ്റെ താല്പര്യം ഞാൻ കണ്ടു മനസ്സിലാക്കി. അതേസമയം ഒരു സൈക്കിളുണ്ട്, എൽസ അത് കയറത്തോലും, എൽസയുടെ സൈക്കിൾ അത് കയറത്തോലും ഇല്ല. അപ്പം താല്പര്യമുള്ള സംഭവം നമുക്ക് നിരീക്ഷണത്തിലൂടെ നമുക്ക് മനസ്സിലാവും. അപ്പം നമ്മൾ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇതാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് എന്താണ് ആവശ്യം നമ്മൾ അറിഞ്ഞിരിക്കണം, അവരുടെ ആഗ്രഹം അറിഞ്ഞിരിക്കണം, അവരുടെ സ്വപ്നം അറിഞ്ഞിരിക്കണം. അങ്ങനെ അതനുസരിച്ചാണ് നമുക്ക് അവരെ മോട്ടിവേറ്റ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും പറ്റുള്ളൂ. അപ്പോൾ നമ്മളൊരു നല്ലൊരു ലീഡർ ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കും. അവരുടെ കഴിവ് അറിയണം, അവരുടെ മൈനസ് അറിയണം, അവരുടെ സ്വപ്നം അറിയണം, അവരുടെ ആഗ്രഹങ്ങൾ, എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഐഡിയ വേണം. ആ ഐഡിയ ഉള്ള ആളാണ് യഥാർത്ഥ ലീഡർ. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കിൽസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ആ സ്കിൽ ഡെവലപ്പ് ചെയ്യുമ്പോഴത്തേക്കും ഈ എല്ലാ ഘടകങ്ങളും അതിനകത്ത് ഒത്തുവരണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ എവിടെയാണ് നിങ്ങൾ വീക്കെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ പറ്റും. നിങ്ങളുടെ ലീഡർഷിപ്പ് സ്കില്ല് കൂട്ടാൻ പറ്റും. ഓക്കെ.